ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് ചങ്ങായിമാരെ നിങ്ങൾ. എന്നാ ചൊല്ലി الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല, അങ്ങനെയാണ്. അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല. ശരിക്ക് സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാകിഹത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നതെന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം, മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബി തങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന്
അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ്ട് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണെന്ന് അറിയങ്ങള്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശുഹദാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. പോരെ? അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ, എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടുമോ? ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ എങ്ങനെ നൂലുമ്മ വരുന്നുണ്ട് നിങ്ങൾ കേട്ടുക്കണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഉറപ്പന്നല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കത്. സ്വർഗത്തുക്കുള്ള ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അള്ളാഹു തആല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കുള്ള ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര്, ഉസ്താദന്മാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും പിശുക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. വേറുള്ളവർക്കൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. നിക്കാഹിൻ്റെ അവിടെ ചെന്നുമ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായയും. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പം അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്താ അതിന് കുഴപ്പം? കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറച്ച് കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുങ്ങാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലവർക്ക് കൊടുത്തു. അതിനൊന്നും ഒരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി. ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലായിക്കോളി. എന്താ ഇപ്പൊ ബാക്കിയില്ലാത്തത്? ഇപ്പൊ എന്താ ഒക്കെ ശരിക്കന്നല്ലേ ഈ പറഞ്ഞേ? ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിലേക്ക് വരാൻ. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയും. ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് ആ ഭരണ പരിപാടി. ആ വിഷയം പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷേ കടലാസിൽ എഴുതി തരണം
അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ഗീബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന വിഷയം ഈമാനിൻ്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം. ഈമാനിന് ഒരുപാട് ശാഖകളുണ്ട്. 70 ചില്ലാനം. എല്ലാം മനുഷ്യൻ്റെ പെരുമാറ്റക്കാരം, എല്ലാം മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോൾ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല, ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാണ് കേട്ടത്. ഒന്നെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴല്ല ഈ ചാടുക. തവളയാകാൻ പഠിച്ചാൽ ചാടും, റബ്ബർ പാല് കുടിച്ചാലും ചാടും. നടന്നു പോണില്ല, ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാണ്. എന്താ കാരണം? ഒരു കാര്യം ഞാൻ പറയാം. പ്രണയവിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അത് അവസാനം പരാജയപ്പെടുമെന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്നതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ. ഹറാമിലാണ് തുടങ്ങുന്നത്. കാണൽ ഹറാമല്ല കേട്ടോ, നോക്കൽ ഹറാമാണ്. 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. തിങ്കളാഴ്ച. ചൊവ്വാഴ്ചയും 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു, അന്ന് മുതൽ ഹറാമായി. പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത്, അല്ല എന്ന് പറയരുത്. ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും. എന്നാൽ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വൽ യദാനി സിനാഹുമാ അൽ ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം തൊടലാകുന്നു. വൽരിജ്ലാനി സിനാഹുമാ അൽ മശിയു, കാലിന്റെ വ്യഭിചാരം നടത്തമാകുന്നു. വല്ലിസാനു സിനാഹുമാ അൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലല്ല തുടങ്ങണതെന്ന് പറയരുത്, ഹറാമ് തന്നെയാണ് തുടങ്ങണത്. മാ നബത ബിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ്. വഹയിന്റെ ഇൽമാണ്, തെറ്റൂല. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹയിന്റെ ഇൽമാണ്, അത് തെറ്റൂല. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ ഇന്നാളെ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ? ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവൂലേ, ഓല ആകെ അടങ്ങാറാവൂലേ? ഞാനിപ്പോൾ ഞാൻ എന്ത് കേട്ടാനാ? ഓലോട് ഇനി പറയാനുള്ളത് ആകെ ഒറ്റ വയ്യുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളീന്ന്. ഞാൻ എന്തെങ്കിലും ഒരു വയ്യ പറയണ്ടപ്പോൾ ഓലോടും വേണമല്ലോ ഒരു വയ്യ പറയാം. ഓരോട് ആകെ ഒരു വയ്യേ പറയാനുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളീന്ന്. അപ്പൊ കിട്ടിയ ഉസ്താദെ ഐഡിയ, ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കുറച്ച് ഇസ്തിഗ്ഫാറാണ് ചെല്ലിയാൽ മതിയല്ലോ എന്ന് കരുതി കണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട, കെട്ടിയവർക്ക് ഇനി അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പ്രണയവിവാഹം പരാജയപ്പെടും, അത് ഉറപ്പാ, അത് പരാജയപ്പെടും. 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. ഒരു കാരണമൊന്നുമല്ല, ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. 5 കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കൂല എന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട്. മക്കൾ നേരാവൂല എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകുന്നത് മക്കളാണ്, മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ്. നരകാവകാശിയാകുന്നതിൻ്റെ കാരണം മക്കളാണ്. അപ്പം സ്വർഗാവകാശി ആവൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ അർത്ഥം അതിൻ്റെ മക്കൾ നേരാവൂല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. ഇന്ന് അങ്ങനെ ആയി വ്യാപകമായതുകൊണ്ട് ആലാലാകണ കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പം അങ്ങനെ ആയില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടൊന്നും ശരീഅത്തുൽ ഇസ്ലാമിലൊന്നുമില്ല.
അതുകൊണ്ട് സംഗതി അത് മോശം തന്നെയാണ്. ഒറിജിനൽ നിക്കാഹ് വാപ്പി ഇമ്മിയും തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ എന്ന് പറയുന്നതിന് ഒരടിസ്ഥാനമുണ്ട്. വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖ്ഖുഹു തസ്ലീമു വൽ ഖബൂലു. അതാണ് ഈമാന്റെ അടിസ്ഥാനം. സയ്യിദുന അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിന് കിഫായത്തുൽ ഈമാൻ, കിഫായത്തുൽ അവാം എന്നീ പേരുകളുള്ള ഒരു കിതാബുണ്ട്. ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിതാബ്. അതിലൊരു വരിയാണ് ഞാൻ ചൊല്ലിയത്. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുവിൽ വിശ്വാസം വരികയേ ചെയ്യുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം വന്നതിനാൽ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. എന്തേ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നു, അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, അലി റളിയല്ലാഹു അൻഹു വന്നു. എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ്. അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല. ഖലാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂലാന്ന്. വിശ്വസിച്ചിട്ട് ഖലാ ഖദർ മനസ്സിലാവുകയേ ചെയ്യുള്ളൂ. ഖലാ ഖദർ മനസ്സിലാകണില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല പറഞ്ഞാല് ഖലാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂല. വിശ്വസിക്കൽ എപ്പോഴാണ്? ഖലാ ഖദർ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എൻ്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ ഖലാ ഖദർ മനസ്സിലാവുള്ളൂ. അതിന് ഖലാ ഖദറിന്റെ മാത്രം പ്രശ്നമല്ല, മീസാൻ എന്ന തുലാസും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസാൻ മനസ്സിലാവുള്ളൂ. സിറാത്ത് പാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. സിറാത്ത് പാലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിൻ്റെ മേലിട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാർ നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ, സിറാത്ത് പാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഉണ്ട്. എന്നാലും പിന്നെ വേറെ പ്രശ്നമല്ല. എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിന് എങ്ങനെ വാളിനേക്കാൾ മൂർച്ച ഉണ്ടാവുക? മുടിക്കന്നെ ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിന് 7 പൊളിയൊക്കെ ഏതായാലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുള്ളൂ. വെറുതെ അല്ല നിങ്ങൾ വേസ്റ്റ് വില്ലൂരിലായത്. അത് മനസ്സിലാവൂല. എന്തേ മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾക്ക്? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാന്നേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായതിനാൽ സിറാത്ത് പാലം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ്. ഈ ഗൈബിയായ വിശ്വാസം എന്നറിയില്ല, മറഞ്ഞ വിശ്വാസം. മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്രാത്തുൽ മൗത്താണ്. മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം. ഗൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ്. ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന ഇട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങേറുമില്ല, അവന് ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം, വേറൊന്നല്ല കാരണം. അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും, അത് കുറയുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റമദാനിലും ഒന്ന് റബീഉൽ അവ്വലിലും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക 2 മാസമാണ്. ഒന്ന് റമദാൻ മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല, അപ്പം ശൈത്താൻ എങ്ങനെയൊക്കെ മുടക്കും അത്. രണ്ടാമത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആകണേൻ്റെ മുന്നേ ഒരു മുഹറം കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും, നബിദിനം അനാചാരം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. ഇസ്ലാന്തിയിൽ 2 തരം ആൾക്കാരുണ്ട് എന്നാണ്. ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും. ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ, വേറൊന്ന് ആസ്വദിക്കുന്ന ആൾക്കാർ.
ചില ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ, അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ, മരിച്ചോളം അന്വേഷിക്കും. ചില ആൾക്കാർ ആസ്വാദകരാണ്, ഒരു മരിക്കോളം റബീഉൽ അവ്വൽ ആയാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ സദർ ഉസ്താദ് പറയും പാടിക്കോളി എന്നറിയും. അപ്പം അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പാടും. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും, ഓലെ കീശയിൽ പൈസ ഉണ്ടാവും, ഓലെ അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും. അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവർ ഖിയാമത്ത് നാൾ 1-ാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ, പാടലുണ്ടാവില്ല. ആസ്വദിക്കുന്നവരാണ് പാടുക. നമ്മൾ അന്വേഷിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അന്വേഷകരാവരുത്, ആസ്വാദകരാവണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആസ്വദിക്കണം. എന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അമിതമായ താല്പര്യം, അമിതം എന്നതിന് പറയാൻ പറ്റൂല, അധികമായ താല്പര്യം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതാണ് ഈമാന്റെ ബേസ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീനിൽ എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് ഖുറൈശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിഅ്റാജിന്റെ പിറ്റേ ദിവസം. ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്താണ് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് 7 ആകാശങ്ങൾ കയറി അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആകെ ഒരു ചോദ്യമാണ് ചോദിക്കാണ്ടായത്, ഇതിൻ്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ റബീഉൽ അവ്വൽ 12-നും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം, മുഹമ്മദ് നബിയും ആധുനിക ലോകവും എന്നൊക്കെ കൊടുക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടിയായ നബി, ചെറിയ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, അത്ഭുതം, വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം. ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി 2 കൊല്ലത്തിന്. 1 കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ പേരയിൽ നിർത്തി, 2ാമതും കൊണ്ടുപോയി. 2ാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്നിട്ട് ചോദിച്ചു, ഞാൻ ഒന്നുകൂടി കൊണ്ടോട്ടെ എന്ന്. കരാറ് കഴിഞ്ഞു, കരാറ് 2 വർഷത്തിനുള്ളൂ, ശമ്പളവും കഴിഞ്ഞു. 3-ാം കൊല്ലം കൊണ്ടുപോയി ശമ്പളമില്ലാതെ. 3-ാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് നെഞ്ചുകീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു. കഥയല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ സർജറി കഴിഞ്ഞ സ്ഥലം നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തെളിവ് സഹിതാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലം നബി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബി തങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഒരിക്കലും ഒരു ദുആ നടത്തി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു, മാലിക്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഉമ്മു സുലൈമിനെ 2ാമത് കല്യാണം കഴിച്ചു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ ത്വൽഹയെയും ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കണം എന്ന് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സദസ്സെന്ന് പോണില്ലല്ലോ, അത്യാവശ്യം മുദ്രയ്ക്കാൻ മുട്ടുന്നവരൊക്കെ പൊയ്ക്കോളി, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് സ്വീപ്പാക്കണമൊന്നുമില്ല. ഷുഗറുള്ളവരെന്തായാലും പോയി മുദ്രയിച്ചൊക്കെ വന്നോളി, അതിനൊന്നും കുഴപ്പമില്ല. അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ഇരിക്കണവരും ഇങ്ങോട്ട് നോക്കണം എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മൂത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ പൊയ്ക്കോളി. ഇത് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല. ഉണ്ടോ ഫോൺ വരുന്നവർ എടുത്തോളി, അതിനും ഞാൻ ഒന്നും പറയില്ല, അതിനൊന്നും പറയില്ല. പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നിനും പറയില്ല. അപ്പം ഇങ്ങോട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയണത്.
നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം ഇതാണ്ട് ഉള്ളിലേക്ക് കയറണ്ടേ, കയറണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അനസ് റളിയല്ലാഹുവിന്റെ വാപ്പ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരിച്ചു. അങ്ങനെ അനസ് റളിയല്ലാഹുവിന്റെ അമ്മ ഉമ്മു സുലൈം റളിയല്ലാഹുവിനെ രണ്ടാമത് അബൂ ത്വൽഹ കല്യാണം കഴിക്കുകയാണ്. ഈ ഉമ്മു സുലൈമിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞങ്ങാണ്ട് ആരെയും പറയാനേക്കാതെ അവസാനം ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞ ആ ആളാണ് അബൂ ത്വൽഹ. അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം. സ്വർഗാവകാശികളായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കാണണം എന്ന് നബി തങ്ങൾ പറയേണ്ടായിട്ടുണ്ട്. ആ ആൾക്കാരാണിത്. അവരുടെ മകനാണ്. അതിലെ ഭർത്താവ് അബൂ ത്വൽഹയാണ്. ഈ ഉമ്മു സുലൈം അവരുടെ ഭാര്യയായ ഉമ്മു സുലൈമിനെ ആദ്യം കെട്ടിയെന്നതാണ് അനസ് റളിയല്ലാഹുവിന്റെ വാപ്പ മാലിക്. അതിലുണ്ടായ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉമ്മാനെ രണ്ടാമത് കെട്ടിച്ചു. അങ്ങനെ അബൂ ത്വൽഹയുടെ കൂടെ ഉമ്മ പോവുകയാണ്, ഉമ്മു സുലൈം. അപ്പോൾ ഒരു തർക്കമുണ്ടായി. അനസിനെ കൊണ്ടോണോ തറവാട്ടിങ്ങ് നിർത്തണോ? തറവാട്ടുകാർ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി എന്ന്. ഉമ്മാക്കും അബൂ ത്വൽഹയും കൊണ്ടോവും വേണം. അങ്ങനെ തർക്കമായി. തർക്കം തീർക്കാൻ അവസാനം ഒരു തീരുമാനം എടുത്തു. നബിൻ്റെ അടുത്ത് കൊണ്ടേക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ തറവാട്ടിലേക്ക് വേണമെങ്കിൽ ഓൽക്കും പോയി കാണാം, ഉമ്മാക്കുവാണെങ്കിൽ ഉമ്മാക്കും എളാപ്പാക്കുവാണെങ്കിൽ എളാപ്പാക്കും പോയി കാണാം. അങ്ങനെ തീരുമാനമായി. അങ്ങനെ അബൂ ത്വൽഹ എളാപ്പ അനസ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ എടുത്ത് കൊടുത്തിട്ട് നബിൻ്റെ അടുത്ത് ആക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ അനസുമോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദോരക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തലമ്മ കയ്യച്ചിട്ട് ദോരന്നു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി എന്ന് ദോരന്നു. 10 വർഷം നബി തങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടി. വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ട് 10 കൊല്ലം. ഖദീജ ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തലയണയിൽ തലവെച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലവണയിൽ തലവെച്ച് അങ്ങോട്ട് കിടക്കുന്ന പ്രായം മുതൽ, അത്രയും ചെറുപ്പം മുതൽ 10 കൊല്ലം നബിയോടൊപ്പം താമസിച്ചു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. തലയിലിങ്ങനെ കയ്യച്ചിട്ട് തോരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. പഠിച്ചോനെ അനസിന് മുതലിലും മക്കളിലും ബറക്കത്ത് ചെയ്യണേ എന്ന് തോരുന്നു. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ 1 പ്രാവശ്യം കായ്ക്കുമ്പോ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുമായിരുന്നു. മുതലിലെ ബർക്കത്ത്, മക്കളിലെ ബർക്കത്ത് കേട്ടോ നിങ്ങൾക്ക്. അനസ് റളിയല്ലാഹുവിന് 100 ചില്ലാനം മക്കളുണ്ടായി എന്നും എല്ലാവരും ഖുർആൻ 30 കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായിരുന്നു എന്നുമാണ്. പോയി ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുക്കാന്നറിയില്ലേ? മരിക്കുമ്പോൾ ഒരു കലിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ? ഒരു കലിമ അതിന് മുണ്ടൂല. മരിക്കുമ്പോൾ ഒരു കലിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ? തലട്ടിയാൽ മതി, ഒച്ച ഉണ്ടാക്കണ്ട. ഉണ്ട്. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ നമ്മളെല്ലാരെയും മൗത്താക്കി തരട്ടെ. എന്നാൽ മരിക്കുമ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരാളുണ്ട്. ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ്. എന്തേ കാരണം? ചാപ്പനങ്ങാടി വാപ്പോലിയര ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്ന ആളാണ്. തിങ്കളാഴ്ച രാത്രി ഇവിടെ പിന്നെ ചാപ്പനങ്ങാടി ദിക്ർ ഹൽക്ക ഉണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മുരീദായിരുന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടു നടക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു. ചാപ്പനങ്ങാട് ദിക്ർ ഹൽക്കുള്ള പള്ളിയിലൊക്കെ വാർഷികത്തിന് പോകും, പുതിയതായി സ്ഥാപിക്കാൻ വേണ്ടി പോകും, അതിൻ്റെ ദ്വാരക്കാൻ വേണ്ടി പോകും. മരണപ്പെടുന്നതിൻ്റെ മുമ്പ് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിരുത്തി, എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാട് ദിക്ർ ഹൽക്കാണ് നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ മദദ് ഫൈദാനിനെ അള്ളാഹു നമ്മളിലേക്കും വർഷിപ്പിച്ചു തരട്ടെ. കൂട്ടത്തിൽ ഓർമ്മ എന്നോ പറഞ്ഞതാണ്, ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് പോയി ചെല്ലിക്കൊളി. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോൾ പറയാം. ഒരു തർക്കമില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാണോ ആ വാക്കായിരിക്കും മരിക്കുമ്പോൾ പറയുക.
അതുകൊണ്ട് ഒഴിവുള്ളവരൊക്കെ ഒന്ന് പോയി പങ്കെടുത്താൽ നല്ലതാണ്. വെറും മൗലവിമാരുട്ടികൾക്കും മുക്രിക്കും ഖത്തീബിനും മാത്രമുള്ള പരിപാടിയാക്കി മാറ്റണ്ട. അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ, അത് വേറെ കാര്യം. നാട്ടിനൊരു ഐശ്വര്യം തന്നെയാണ്. അങ്ങനെങ്കിലും അങ്ങനെ നടന്നോട്ടെ. എന്നാലും ഒരു ഒഴിവുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കൂടിയാൽ. ഇനി ഒഴിവ് അതിനായിട്ട് ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ, അത് ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഇപ്പോൾ ഒരു ഒഴിവ് നമുക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ടായെന്നാണ്. അത് മാത്രമല്ല, ഇഞ്ഞുണ്ട് 103 വയസ്സ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നാണ് ഒരഭിപ്രായം. വേറെ അഭിപ്രായത്തിൽ 110 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. വേറെ അഭിപ്രായത്തിൽ 120 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. മറ്റൊരഭിപ്രായത്തിൽ 130 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. പഴയകാലത്തെ ആലിമ്യങ്ങൾ വയല് പറയുമ്പോൾ 150 കൊല്ലം ജീവിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. സഹാബത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് സൽമാൻ അൽ ഫാരിസിയാണ്, 200 കൊല്ലം. അതിൻ്റെ നേരെ താഴെയുള്ള ആൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, 150 കൊല്ലം. 150ാമത്തെ വയസ്സിലും തലയിലെ ഒരു മുടി നരച്ചിട്ടില്ല. നബി തങ്ങൾ തലമ്മ കൈവച്ചതായിരുന്നു കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് കയറാതെ ഈമാൻ കയറൂല. മുഹമ്മദ് നബി കയറാതെ ഈമാൻ കയറന്നില്ല, അങ്ങനെ വിചാരിക്കേ വേണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാതെ ഈമാൻ കയറൂല. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, 130ാമത്തെ വയസ്സിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ചുണി വീണിട്ടുണ്ടായിരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്ത് ചുളില്ല 130ാമത്തെ വയസ്സിലും. എന്താ കാരണം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് കവിളത്തൊന്ന് തലോടിയതായിരുന്നു കാരണം. മുഅ്മിനീങ്ങളെ, 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നു. മുത്തുനബി ചെറുപ്പത്തിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം. മുഹമ്മദ് നബി കയറാതെ ഈമാൻ കയറൂല കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കേ വേണ്ട. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ. യുക്തിവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി ഇറങ്ങിയതാണ്. നിരീശ്വരവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ നിന്ന് ഇറങ്ങിയതാണ്. ലിബറലിസത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ നിന്ന് ഇറങ്ങിയതാണ്. ബിദ്അത്തിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഈമാൻ കയറണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറണം, അല്ലാതെ കയറൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ആള്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെയും 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഖദീജ ബിയുടെ ഈമാൻ മുഹമ്മദ് നബി ഖൽബിൽ കയറിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിവിന്റെ ഈമാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ കയറിയതായിരുന്നു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മുഹമ്മദ് നബി ഖൽബിൽ കയറിയതാണ്. ഒരു ദിവസം മുറ്റത്തുനിന്ന് രേശം മണ്ണെടുത്തുങ്ങാണ്ട് ആ മണ്ണ് ഇങ്ങനെയാണ് മുത്തി. റിഫായി ഷെയ്ഖ് കണ്ട ആളുകൾ ചോദിച്ചു, അല്ലയോ ഷെയ്ഖ് റിഫായി, എന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്താണ് മുത്തുന്നതെന്ന് ചോദിച്ചോ. പറഞ്ഞു, എടാ ചെങ്ങായ, മുറ്റത്തെ മണ്ണല്ല ഞാൻ മുത്തിയത്. നിങ്ങൾ ഇവിടുന്ന് എടുക്കണേ കണ്ടല്ലോ പറഞ്ഞു. അതിൽ പറഞ്ഞു, ഞാൻ ആ മുത്തിയ മണ്ണില്ലേ, ആ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണും ഇങ്ങനെ തൊട്ട് നിൽക്കണ മണ്ണല്ലേ, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മേ.
അതതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മേ. ഇതിൻ്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തട്ടിയിട്ടാണ് നിൽക്കണത്. മദീനത്തെ മണ്ണ് എൻ്റെ ഹബീബിൻ്റെ മേത്ത് തൊട്ട് നിൽക്കുകയാണ്. എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ട് നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു തലക്കേ ഞാൻ മുത്തിയെന്ന് പറഞ്ഞു സയ്യിദുന റഈസുൽ ആശിഖീൻ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് ഈമാൻ കാരണം, മുഹമ്മദ് നബി കാരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.